നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 2 താരങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കെത്തി. ഒന്ന് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടം, രണ്ടാമത്തെയാൾ റിനി ആൻ ജോർജ് ആണ്. റിനി ആൻ ജോർജ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് താൻ വേദിയിൽ കയറിയെന്നാണ്. റിനിയെ ആരാണ് വേദിയിൽ കയറ്റിയത് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. റിനി ആൻ ജോർജ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: മെയ് 18, 2026 എൻ്റെ ജീവിതത്തിലെ മനോഹരമായ സുദിനം. ഞാൻ MLA എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിൻ്റെ CM ആയ ദിവസം. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം. വേദിയിൽ നിന്ന് തന്നെ ആ ചരിത്ര മുഹൂർത്തം കണ്ണുകുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. റിനി ആൻ ജോർജ് എങ്ങനെ വേദിയിലെത്തി എന്ന ചോദ്യം. എന്നാൽ മറുവശത്ത് റിനിയെ ജനം കൂവിയോടിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ നടിക്ക് നേരെയാണ് ഇന്നലെ സ്ത്രീകൾ ഉൾപ്പെടെ കൂവി വിളിച്ചത്. യാതൊരു കൂസലുമില്ലാതെ അവർക്ക് നേരെ നോക്കി ചിരിച്ചുകൊണ്ട് നടി റിനി ആൻ ജോർജ് വേദിക്കരികിലേക്ക് നടന്നു. മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നടി റിനി ആൻ ജോർജ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉന്നയിച്ചതും ഇതേ റിനി ആൻ ജോർജ് തന്നെ. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തെ പ്രശംസിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. കുഴിച്ചുമൂടാൻ നോക്കിയിട്ടും ഉയർന്നു വന്നവൻ്റെ പട്ടാഭിഷേകമെന്നാണ് റിനി ആൻ ജോർജ് അതിനെ വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ഒരു യുവനേതാവ് മോശമായി പെരുമാറിയെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നുമുള്ള റിനിയുടെ വെളിപ്പെടുത്തലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തുടർ വെളിപ്പെടുത്തലുകൾ ആരംഭിക്കുന്നത്. അന്ന് പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആദ്യാവസാനം രാഹുലിനെതിരെ കട്ടയ്ക്ക് നിലപാടെടുക്കുകയായിരുന്നു റിനി ആൻ ജോർജ്. ഈ ഘട്ടത്തിൽ റിനിയെ പിന്തുണച്ചുകൊണ്ട് VD സതീശൻ രംഗത്തെത്തി. രാഹുലിനെതിരെ കടുത്ത നിലപാടാണ് VD സതീശൻ ഉയർത്തിപ്പിടിച്ചത്. കേരളം ഇരമ്പി വന്നാലും തന്റെ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്ന് VD ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ രാഹുൽ മാങ്കൂട്ടവും സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി. എന്നാൽ റിനിയും രാഹുലും മുഖാമുഖം കണ്ടില്ല. പാലക്കാട് മുൻ MLAയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇരമ്പിയാർത്തു. വലിയ ജൈവിളികളാണ് അവർ രാഹുലിന് വേണ്ടി നടത്തിയത്. രാഹുലിനൊപ്പം സെൽഫി എടുക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചു. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് കട്ടയ്ക്ക് തന്നെ അങ്ങ് പ്രതികരിച്ചു. പാർട്ടി തന്നെ പുറത്താക്കിയാലും താൻ എന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയായിരിക്കും. നിലവിലെ UDFന്റെ വൻ വിജയം കഴിഞ്ഞ 10 വർഷക്കാലമായി തങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് എന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനപ്രതിനിധിയാവണോ അതോ പാർട്ടി ഭാരവാഹിയാകണോ എന്ന് ചോദിച്ചാൽ എന്നും ഭാരവാഹിയാകണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് രാഹുൽ പറഞ്ഞു. രാഷ്ട്രീയം തുടരും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എൻ്റെ ക്ലാരിറ്റിയാണ്. പദവികൾക്കായി ഉള്ളതല്ല അത്. രാഷ്ട്രീയം പറയുന്നത് ഇനിയും തുടരും. എല്ലാ കാലവും താൻ പാർട്ടിക്കാരനാണ്, അതിൽ ഖേദമൊന്നുമില്ല. ജനപ്രതിനിധിയാവണോ പാർട്ടി ഭാരവാഹിയാകണോ എന്ന് ചോദിച്ചാൽ പാർട്ടി ഭാരവാഹിയാകാൻ തന്നെയാണ് താൻ ഇഷ്ടപ്പെടുന്നത്. രാഹുലിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു തുടക്കമാണോ ഇത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞാൻ എങ്ങോട്ടേക്കും പോയില്ലല്ലോ എന്നാണ് രാഹുലിൻ്റെ മറുപടി. നിലവിൽ രാഹുലിനെതിരെ കോടതിയിലുള്ള കേസുകളെക്കുറിച്ചും തുടരന്വേഷണ സാധ്യതകളെക്കുറിച്ചുമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും രാഹുൽ നൽകി. തന്നോട് ഏറ്റവും സ്നേഹവും കരുതലുമുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ കേസുകളിലെല്ലാം കുറ്റപത്രം സമർപ്പിച്ചത്. ബാക്കിയെല്ലാം ഇനി കോടതിയിലാണ്. കോടതിയിലെ പോരാട്ടം കഴിയുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും തിരുത്തേണ്ടി വരുമെന്ന് രാഹുൽ പറഞ്ഞു. ഇന്നത്തെ ശുഭദിനത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ് രാഹുൽ നടന്നുപോയി. രാഹുലിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജനീഷ് കടന്നു വരുന്നത് രാഹുലിനേറെ സന്തോഷമുണർത്തുന്നു. താൻ പ്രസിഡന്റായിരുന്ന കാലത്ത് തനിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു ജനീഷ് എന്ന് രാഹുൽ ഓർമ്മിച്ചെടുത്തു. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടം, മറുവശത്ത് റിനി ആൻ ജോർജ്. റിനി ആൻ ജോർജ് വീണ്ടും കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വളർന്നു കയറാൻ വല്ലാതെ ആശിക്കുന്നു. അതുകൊണ്ടാണ് രേവന്ത് റെഡ്ഡിയും ഒക്കെയായുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ റിനി കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. ഒരുപാട് ദേശീയ നേതാക്കളെ അടുത്ത് കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ട് കണ്ണുകടി ഉണ്ടായ ചില കുലംകുത്തികൾ ഓരിയിട്ടു. അതിനെ താൻ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ കരുതിയില്ല. കാരണം കോൺഗ്രസ്സുകാർ അത്രയും സ്നേഹവായ്പോടെ എന്നോട് പെരുമാറി.
സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് എന്നെ കോൺഗ്രസുകാർ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതനായിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നു. ഒരു ദിവസം മുൻപ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമൊത്തുള്ള ഒരു ഫോട്ടോയും റിനി ആൻ ജോർജ് പങ്കുവച്ചിരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സതീശൻ സർക്കാരിനെ കെട്ടുറപ്പോടെ നയിക്കാൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അങ്ങയുടെ സാന്നിധ്യം വലിയൊരു മുതൽക്കൂട്ടാകും എന്ന പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട രമേശ് ജിക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. മെയ് 14 തീയതിയാണ് റിനി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത്. നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചുമൂടാൻ നോക്കിയ ഒരുത്തനില്ലേ, നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. വനവാസമല്ല ഇനി പട്ടാഭിഷേകം, പത്മനാഭന്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. മറുവശത്ത് രാഹുൽ ചോദിക്കുന്നു, കണക്ക് ചോദിക്കാതെ ഈ കാലം കടന്നുപോകും എന്ന് കരുതിയോ? ഇന്നലെ ഫേസ്ബുക്കിൽ രാഹുൽ കുറിച്ചതിങ്ങനെ, കണക്ക് ചോദിക്കാതെ ഈ കാലം കടന്നുപോകും എന്ന് കരുതിയോ? അന്നേ പറഞ്ഞതാണ് എന്നും വിജയനായിരിക്കില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെന്ന്. വിജയൻ സേനയ്ക്കെതിരെ SIT അന്വേഷണം, കണക്ക് പറഞ്ഞു തന്നെ പോകാം. സത്യപ്രതിജ്ഞാ ദിനത്തിലെ മറ്റൊരു ഫോട്ടോയും രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിരുന്നു. സത്യപ്രതിജ്ഞയുടെ ഒരു ദിവസം മുൻപ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ, ഒന്നിച്ചു കണ്ട കിനാവുകൾ വഴിമധ്യേ മഴയായി ചിതറിയാലും പതിരായി മണ്ണിൽ മറയില്ല. മന്ത്രി OJ. അതെ, ഒന്നിച്ചു കണ്ട കിനാവുകൾ വഴിയിൽ മഴയായി ചിതറി. രാഹുൽ മാങ്കൂട്ടം ഇന്ന് ടീം സതീശിൻ്റെ ഭാഗമായില്ല. പക്ഷേ റിനി ആൻ ജോർജ് ആ വേദി കൈയടക്കാനുള്ള ശ്രമമാണ്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.